ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജർമ്മനിലെ പെർസണൽ പ്രൊനോമിനെ കുറിച്ച് പഠിക്കാം. ജർമ്മനിലുള്ള പെർസണൽ പ്രൊനോമിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇഹ് എന്ന് പറഞ്ഞാൽ ഞാൻ, ദു എന്ന് പറഞ്ഞാൽ നീ, എർ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവൻ, സി എന്നുള്ളത് അവൾ, എസ് എന്നുള്ളത് അത് എന്നാണ്. മൻ എന്ന് വരാണെങ്കിൽ ഒരാൾ എന്നാണ് അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ, ആരോഗ്യത്തോടെ ഇരിക്കാൻ ഒരാൾ ഒത്തിരി ചിരിക്കണം. അതിന്റെ ജർമ്മൻ അർത്ഥം വരുന്നത് മൻ മുസ് viel lachen gesund zu bleiben എന്നാണ്. വിയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞങ്ങൾ എന്നാണ്. ഇയർ എന്നുള്ളതിന് നിങ്ങൾ എല്ലാവരും എന്നാണ് അർത്ഥം വരുന്നത്. സി വിത്ത് സ്മോൾ എസിന് അവർ എന്നും അർത്ഥം വരുന്നുണ്ട്. അപ്പോ അവൾ എന്നാണോ അവർ എന്നാണോ യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കേണ്ടി വരും. സി വിത്ത് ക്യാപിറ്റൽ എസ് ആണെങ്കിൽ അതൊരു ജർമ്മനിലെ സ്പെഷ്യൽ യൂസ് കേസ് ആണ്. അതിന് മലയാളത്തിൽ താങ്കൾ എന്നാണ് അർത്ഥം വരുന്നത്. ഒരു റെസ്പെക്ട്ഫുൾ വേ ഓഫ് സേയിങ് യു. സോ ദു അല്ലെങ്കിൽ സി നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി അടുത്ത് പരിചയമില്ലാത്ത നമ്മളുടെ പ്രൊഫസേഴ്സ്, ബോസസ്, വെയിറ്റേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി പൊസിഷൻസിൽ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ സി യൂസ് ചെയ്യുന്നത്. ദു ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് വളരെ അടുത്തറിയാവുന്ന നമ്മുടെ വീട്ടുകാര്, കൂട്ടുകാര്, അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ദു യൂസ് ചെയ്യുന്നത്. കുട്ടികളോട് സംസാരിക്കാനും ദു ഫോമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് ഇന്ന് പഠിച്ച എല്ലാ പെർസണൽ പ്രൊനോമിനും ഒന്നും കൂടി നോക്കാം.